ഹലോ, വെൽക്കം ടു നമ്മുടെ വീട്ടിലെ കുക്കിംഗ്. ഒരു ചട്ടി എടുത്ത് ചൂടാക്കി അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ച ഇഞ്ചി എടുത്ത് തട്ടിക്കോ. ഇത് വലിയ എക്സ്പേർട്ടായിട്ട് കുക്ക് ചെയ്യുന്നവർക്കുള്ളതൊന്നുമല്ല കേട്ടോ. സാധാരണക്കാരായ കുക്കിംഗ് എന്താണെന്ന് പോലും അറിയാത്ത ബാച്ചിലറായി നിൽക്കേണ്ടി വരാൻ പോകുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി റൂം എടുത്ത് താമസിക്കുന്ന പിള്ളേർക്ക്, അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇടുമ്പോൾ സൂക്ഷിച്ചോ, നനവ് വേണ്ട. പിന്നെ കയ്യിൽ പൊട്ടിത്തെറിച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയരുത്, ഓക്കെ. അതിനുശേഷം നന്നായിട്ട് അതൊന്ന് വഴറ്റിക്കോ. വഴറ്റിയതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞു വെച്ച സവാള എടുത്തിട്ട് തട്ടിക്കോ. ഒരു വലിയൊരു സവാള കൂടെ വീണപ്പോൾ എടുത്ത് മാറ്റിയതാണ്. അത് കഴിഞ്ഞിട്ട് അത് അത്യാവശ്യം വഴറ്റാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം. കുറച്ച് ഉപ്പിട്ടോ കൂടെ. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി എടുത്ത് തട്ടിക്കോ. മഞ്ഞപ്പൊടി എടുത്തിട്ടൊന്ന് നന്നായിട്ട് അതിലങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വഴറ്റി വരട്ടെ. എല്ലാവരും ചെയ്തോ, ധൈര്യം വഴിക്ക് ചെയ്തോ, ഒന്നും പേടിക്കേണ്ട. ചപ്പാത്തിയുടെ കൂടെ കിടുക്കാച്ചി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ മഞ്ഞപ്പൊടി ഇട്ട് അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. അപ്പോൾ 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ എന്ന് പറഞ്ഞാൽ സവാളയ്ക്കനുസരിച്ചുള്ള മല്ലിപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ മുളക് പൊടി തട്ടുന്നത് കണ്ടിട്ട് പേടിക്കണ്ട, അത് കാശ്മീരി മുളക് പൊടിയാണ്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ തട്ടിയിരിക്കുന്നത്. വലിയ എരിവൊന്നുമില്ല, കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചിട്ടാൽ മതി. പിന്നെ നിങ്ങളൊരു പൊടി കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ വീട്ടിൽ ചെയ്ത ഗരം മസാലയാണ്. വീട്ടിൽ ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. കടയിൽ നിന്ന് നിങ്ങൾക്ക് പാക്കറ്റിൽ നല്ല അടിപൊളി ഗരം മസാല മേടിക്കാൻ കിട്ടും. അതിൽ നിന്ന് ഒരു 1/4 സ്പൂൺ ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ തക്കാളി കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച ആ തക്കാളി അതിനകത്തിട്ട് നന്നായി വഴറ്റിക്കും. ഇപ്പോൾ ഇത് കുറച്ചുകൂടി വഴറ്റിയതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ മുന്നേ വെള്ളം ഒഴിച്ചതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടി അലുമിനിയം ചട്ടി ആയതുകൊണ്ട് അതിൽ പിടിക്കുന്നതുകൊണ്ടാണ്. ഈ പാത്രം തന്നെ എടുക്കാനും കാരണം നിങ്ങളുടെ കയ്യിലൊക്കെ ഇതായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നൊന്നുമല്ല, നിങ്ങൾക്കൊരു ടിപ്പിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഉപയോഗിച്ചു. ഇപ്പോൾ നമ്മളുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇനി എരിവില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് കുറച്ച് പെപ്പർ പൗഡർ കൂടി ഇടാം.